എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ടാ. നമുക്ക് ഈ കുന്നിന്റെ നെറുകിൽ ചെല്ലാം. എന്തിനാ? അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം. എനിക്ക് ഈ സ്വർഗമൊന്നും കാണണ്ട. പിന്നെ ഏത് സ്വർഗം സാറിന് കാണേണ്ടത്? എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? ജപവും മന്ത്രവും ബ്രഹ്മചര്യൊക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും? എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല. മുത്തശ്ശിയെ പേടിയാണുള്ള സത്യം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത് വാക്ക് പാലിക്കുന്നു. അതല്ല, ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഒരു ഏലസ്. ഓ, ഇതോ? വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയാ. ഓ, വലിയ ധൈര്യശാലി. ഗമ പറയാൻ ആർക്കാ വയ്യാത്ത? ഗമ പറഞ്ഞതല്ല, സത്യം. കയ്യിലെ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോ എന്ന് ഓർത്ത് കെട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ. ഇവിടെ മുത്തശ്ശി ഇല്ലല്ലോ. അഴിച്ചു കളഞ്ഞാൽ എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ കവലിൽ ചൂടുള്ളൊരു സമ്മാനം കൂടി തരുമോ? ഇനി വൈകിക്കണ്ട, വാക്ക് പാലിച്ചോളൂ. കണ്ണടച്ചു നിന്നാ തരാം. മായേ, ദേ അവിടെ നിൽക്കാൻ. വാക്ക് പാലിക്കണം കേട്ടോ. മോളിൽ വന്നാ വാക്ക് പാലിക്കാം. മായ, അവിടെ നിൽക്കാൻ. മായേ, എന്ത് പണിയാ നീ കാണിച്ചത്? ഓടി ഓടി ഞാൻ അടച്ചു. നിനക്കെന്താ വല്ല ദിവ്യശക്തി ഉണ്ടോ ഇങ്ങനെ ഓടാൻ? ഒന്ന് താഴത്തേക്ക് നോക്കിയേ. എത്ര മുകളിലാ നമ്മളെന്ന്. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ചത്തുപോവോ? പൊടി പോലും കാണില്ല. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ചാടിയാലോ? അത്ര കൊതിയാ നിനക്ക് മരിക്കാൻ? കൊതിയായിട്ടൊന്നല്ല, വെറുതെ ഉണ്ണിയുടെ മനസ്സറിയാൻ ചോദിച്ചതാ. പണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ പെണ്ണല്ലേ നീ. നീ പറഞ്ഞ മരിക്കാൻ ഞാനും തയ്യാറാ. എങ്കിതേ ഞാൻ ഉണ്ണിയെ താഴത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവാ. ഓക്കേ, ഞാൻ റെഡി. ആട്ടെ, പ്രതിയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? ഈ ജന്മത്തിൽ ഒത്തിരി മോഹിച്ചു പോയൊരു പെണ്ണുണ്ട്. എന്താ തന്റെ ഉദ്ദേശം? ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ദേശിമോളെ, ഞാൻ ഡേസി ഒന്നുമല്ല, എന്റെ പേര് മായാന്നാ. കേട്ടല്ലോ, ഇനിങ്ങനെ പോയിക്കൂടെ? അസുഖമുള്ള കുട്ടിയാ, അവൾ അങ്ങനെ പറയൂ. അസുഖം എനിക്കല്ല, തനിക്കാ. ഉണ്ണി വാ, നമുക്ക് പോവാം. കുഞ്ഞാടേ, നീ സാത്താന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. താന്ന് പോടോ. നമുക്ക് വീട്ടിലോട്ട് പോവാം. സ്വർഗസ്ഥനായ മിശിഹാ തമ്പുരാനെ, സാത്താന്റെ പിടിയിൽ നിന്ന് ഡേസിമോളെ രക്ഷിക്കണമേ. പിതാവേ, എന്റെ കൊന്തും കുരിശും. പൊടിയെടുത്തോ, അല്ലെങ്കിൽ നമുക്ക് ഇവരെ കൊല്ലേണ്ടി വരും. നിന്ന് പിടയ്ക്കാന്നില്ല. ഡേസി, അവിടെ കിടത്ത്. കുരിശും കൊന്തയും കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം എന്താണെന്ന് അറിയാലോ പിതാവേ. പിതാവേ, പരീക്ഷണമരുത്, കൊന്ത കയ്യിൽ കിട്ടണമേ. പിതാവേ, പരീക്ഷണമരുത്, കൊന്ത കയ്യിൽ കിട്ടേ. ഞാനിപ്പോൾ പറന്നു പോയേനെ കുഞ്ഞാട്ടേ. ഡേസി വിളിച്ചോ? ഡേസിയോ? അത് ഡേസി അല്ലേ, യേശിയാണ്. എന്നോടൊന്നും ചോദിക്കരുത്, നമുക്ക് പോകാം. കണ്ടീഷൻ വളരെ മോശമാണ്. മുറിക്ക് പിടിച്ചു നിന്നോ കുഞ്ഞാടേ, അല്ലെങ്കിൽ തെറിച്ചു പോകും.
മന്ത്രജപിക്കോ, അല്ലെങ്കിൽ അവള് നമ്മളെ കൊല്ലും. കൊന്ത പോയുടെ കുഞ്ഞാടെ, ഇനിയൊരു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാച്ചോ? നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരൂ കുഞ്ഞാടികളെ. ശ്രമിക്കാം. അയ്യോ, എന്റെ ഭർത്താവാച്ചാ. താഴെ ഇറങ്ങടാ, താഴെ ഇറങ്ങാന് പറഞ്ഞേ, താഴെ ഇറങ്ങാൻ. വേഗം വിട്ടു, അവരെല്ലാവരും പൊക്കിക്കൊണ്ടിരിക്കാം. നീ കാറ് പൊങ്ങും. സാത്താനെ. ഗായത്രി പോയിച്ചോളൂ, ഞാൻ ഉണ്ണിട്ട് വന്നോളാം. ഉണ്ണി ഉണ്ണി ഉണ്ണി. മായ, നിനക്കൊല്ലും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല. ഉണ്ണി എഴുന്നേക്ക്, വാ പോവാം. അവര് പോയോ? അവര് പോയി. ദേ ഇന്ദു വരുന്നുണ്ട്. ഇന്ദു? ദേ അവളോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പറ്റി ഉണ്ണിയേട്ടാ? ഞങ്ങള് വെറുതെ കാറ്റുള്ള ഇറങ്ങിയതാ അല്ലേ മായ? നീ എന്താ ഇവിടെ? ഗായത്രി ഞാനും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ, കാറ് കണ്ട് നിർത്തിയതാ. ആ, നീ ഇതൊന്നും ചെന്ന് മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട. പാപ്പോ വല്യമാവൻ തളർന്നു വീണ സമയം രണ്ടുപേരും കൂടി മുതലാക്കിയാണല്ലേ? പിന്നെ മുതലാക്കണം. നീ നിന്റെ കാര്യം നോക്കണം കേട്ടോ. ദേ ഉണ്ണിയേട്ടന്റെ ഏലച്ചോടി അഴിഞ്ഞു കിടക്കുന്നു. കൈയും കൊണ്ട് നീട്ടിയേ. മുത്തശ്ശിയെങ്ങാനും കണ്ടാ പിന്നെ ഇത് മതി കേട്ടോ. എന്താ മേപ്പാട്? ദുരാത്മാവ് ഈ കോലോത്തുള്ള ഏതോ ശരീരത്തിൽ കുടിയേറി കഴിഞ്ഞിരിക്കണോ? ആരുടെ ദേഹത്താണെന്ന് അങ്ങോട്ട് തീർത്തും പറയാൻ വയ്യ. ആരൂടം തരത്തിരിക്കണോ? സംശയിക്കാൻ എന്തിരിക്കുന്നു? അമ്മാവൻ വെട്ടിയിട്ട പോലെയല്ലേ കിടന്നിരുന്നത്. അമ്മാവന്റെ ദേഹത്ത് എന്തോ കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? ഓം കാളി ലോകമാതേ, എല്ലാം നിന്നിൽ അർപ്പിച്ചിരിക്കണു. ദേവി, ഇയാളെ പിടിച്ച് കടത്തിലിരുത്തുക. ഇരിക്കങ്ങടെ. ആ, കയറി ഇരിക്ക. ആരാ നീയ്? നീ ആരാണെന്ന് ഉരിയാടുന്നാ നല്ലത്. ഇല്ലച്ചാ പറയിപ്പിക്കും. പറയില്ലല്ലേ? എന്റെ ഭഗവതി, എന്റെ അമ്മേ. ദുരാത്മാവ് തമ്പുരാന്റെ ശരീരത്തിലല്ല, ഇതവളുടെ വികൃതി മാത്ര. ഒന്നും കളത്തിൽ തെളിയുന്നില്ല തമ്പുരാട്ടി. അവൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കണു. ഭഗവതി, അനിഷ്ടങ്ങൾ എന്തെങ്കിലും? എല്ലാവരും കരുതിയിരുന്നുകൊള്ളുക. ജലപാനം പോലും ഇല്ലാതെ കഠിന മന്ത്രങ്ങൾ കൊണ്ട് അവളെ ആവാഹിച്ചു കെട്ടാനുള്ള ഒരുക്കങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കും. ഏത് ശരീരത്തിൽ ഒളിച്ചിരുന്നാലും അവളെ നോം ആവാഹിച്ച് നമ്മുടെ മന്ത്രപ്പുറയിൽ എത്തിച്ചിരിക്കും. ആകെ ഭയം തോന്നുന്നു മേപ്പാടൻ. ധൈര്യം സംഭരിച്ചേ ഒക്കൂ, ഒന്നും സംഭവിക്കില്ല. തൽക്കാലം ഈ തകിടുകൾ ഓരോത്തിന്റെ 4 അതിരുകളിലും കുഴിച്ചിടുക. ഇതിന്റെ ശക്തി കൊണ്ട് അവൾ ഇവിടുന്ന് തനിയെ ഇറങ്ങി നമ്മുടെ മന്ത്രപ്പുരയിൽ എത്തിക്കൊള്ളും. ഈ കോലോത്ത് വസിക്കുന്ന ആരെങ്കിലും ഏകനായി വേണം ഈ കർമ്മം നിർവഹിക്കാൻ. ധൈര്യവും മനഃശക്തിയുള്ള ആർക്കാ ഞാൻ ഈ തകിടുകൾ കൈമാറുക? എന്താ, ആരും ഇല്ലാന്നുണ്ടോ? ഏറ്റവും യോഗ്യനായ ഒരാളുണ്ട്. ആരാത്?
നമ്മുടെ ആവേശാനന്ദ സ്വാമികൾ. അയ്യോ ആവേശാനന്ദ വേറെ ആരെങ്കിലും- മിണ്ടാതെ ഇരുന്നോണം. വരിക. ജയ് ഹനുമാൻ. മേപ്പാടൻ വന്നോളൂ. ഉം. സ്വാമി, രക്ഷിക്കണം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ കോലോത്ത് അങ്ങേക്കാൾ മനഃശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത്? അങ്ങിത് ഏറ്റുവാങ്ങണം. അഗ്നയേ തേജോധിപതയെ ശക്തിഹസ്തായ സൂര്യപാർഷദേ നമ. ഇനി ഇത് കൈമാറാൻ പാടില്ല. ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ 4 അതിരുകളിലും ഇത് കുഴിച്ചിടണം. ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് 3 വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ നമോ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ നമഃ. കൊച്ചിത്രേച്ചി ദേ, സഹിക്കണേനും ക്ഷമിക്കണേനും ഒരു അതിലുണ്ട് കേട്ടാ. നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടിട്ട് പെടുത്തുന്ന പെടാപ്പാടൊന്നും പോരാഞ്ഞിട്ട് ഇപ്പഴേ നട്ട പാതിരാക്കി ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ഓരോരോ വിശ്വാസങ്ങളെ ഇതാണാ വിശ്വാസം? പാതിരാക്കി പെണ്ണുങ്ങൾ ഇത്തറ്റം തുണി കൊടുത്തോണ്ട് നടക്കണതാ. വേണമെങ്കിൽ ഇതൊരു മുണ്ടെടുത്തോ. ഓ, ഇതുവരെ ആകാവാ. വഷ്ട്. മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ 4 അതിരിലും ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം. നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തുകൂടി പുതച്ചോ. ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ. നിന്റെ കൃഷ്ണേട്ടൻ മരിച്ച നീ വിധവയായി പോവില്ലേ? എനിക്ക് വേണ്ടി ത്രേസ്യ മോളെ ഈ ഉപകാരം ചെയ്യണം. ഞാനെന്നും കീഴടങ്ങിയേക്കണത് ഈ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാൻ കേട്ടാ. മേപ്പാടൻ. ഓ, അതും ഇല്ല പോ. എനിക്ക് മേലായേ എന്റെ ഉണ്ണിയേശുവേ. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? എന്താ മുത്തശ്ശി, മേപ്പാടം വൈദ്യരെ അമ്മാവന്റെ ചികിത്സ കഴിഞ്ഞ് പോയോ? ആക്ഷേപമൊന്നും വേണ്ടട്ടോ. ഇവിടെ ഏതോ ശരീരത്ത് ബാധ കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ. ഇന്ന് രാത്രി 4 അതിരിലും തകിടുകൾ കുഴിച്ചിടാൻ സ്വാമികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ബാധയെ ആവാഹിച്ചു കെട്ടാനുള്ള ഹോമങ്ങൾ തുടങ്ങാൻ മേപ്പാടം പോയിരിക്കുക. ഇവിടെ എന്തെങ്കിലും കർമ്മങ്ങൾ നടക്കുമ്പോ ഉണ്ണിയെ കാണില്ല. മായമോക്കെങ്കിലും ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ആ, വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് വരിക. മായക്കുഞ്ഞിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? പേടിക്കണ്ടെന്നേ, മേപ്പാടന്റെ മന്ത്രശക്തിയിൽ ഏത് ചുടലേക്ഷ്യം ഭസ്മാവും. അയ്യോ, നീ ഉടനെ റെഡി ആവണം. രാത്രി 8 മണിക്ക് മുൻപ് പൊന്മുടിയിലെത്തണം. എന്താ കാര്യം? അത് ശരി, ഇപ്പൊ കാര്യം എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത്? എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ ആ ഡയറക്ടർ പറഞ്ഞത്. ഷൂട്ടിങ്ങിന്റെ കാര്യം ആ, ഞാനത് മറന്നു. അവിടെ എല്ലാ സെറ്റപ്പും റെഡിയാക്കി നിന്നെയും കാത്തിരിക്കുക. 3-4 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുമെന്നാ പറഞ്ഞത്. വല്ല പളനിയോ ഗുരുവായൂരോ രാമേശ്വരമോ ഏതെങ്കിലും അമ്പലങ്ങളുടെ പേര് മുത്തശ്ശിയോട് പറഞ്ഞു വേഗം മുങ്ങിക്കോ. കാറിപ്പോ വരും. എങ്കിൽ മുത്തശ്ശി വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. കൊരങ്ങനോ? ഇവിടെ